No. 2, 3, 4. Sir, 2%. Okay, 3, 4, 5, 6, Present. 7, 600. Ah. Okay, 7, 8, 9, Sir. 9%. okay, 10, Present, sir. 11, Present, sir. number 12, 12, 13, 13, 14, okay, 15, 15, Present, sir. 16, Present, sir. 16, Present. 17, 18, 19, Present, sir. 20, Present, sir. 21, 22, 23, Present, sir. 24, Present, sir. 25, Present, sir. 26, 27, Present, sir. 28, Present, sir. 29, Present, sir. 30, 30, 31, 31, 32, Sir. 32. Present, sir. Present. 30. Okay. So the absent is number 1, 3, 5, 1%, sir. 1%, 3%, sir. 5%. okay, 5%. 5, 7, 12, 17, 18, 18%. 21, 22, 30, and number 15 undo. Sinan? No, 15 also. Sir, 12%. Okay. So the absent is number 7, 17, 7, 15, 20. Okay. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം, ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. സ്ക്രീൻ കാണാലോ അല്ലേ? ഹലോ? Yes, sir. Yes, sir. Yes, sir. Okay. ലാസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞത് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇംപിഡൻസ് പ്ലെയിൻ ഡയഗ്രത്തെ പറ്റിയായിരുന്നു. ഇംപിഡൻസ് പ്ലെയിൻ ഡയഗ്രം എന്നുള്ളത് ആക്ച്വലി ഒരു ഡിസ്പ്ലേ ഡിവൈസിങ് അല്ലെങ്കിൽ ഡിസ്പ്ലേ ഡിവൈസ് യൂണിറ്റ് ആണ് ഇംപിഡൻസ് പ്ലെയിൻ ഡയഗ്രം. നമ്മുടെ ഡി കറന്റ് ടെസ്റ്റിങ്ങിനകത്ത് കോയിലിന്റെ ഇംപിഡൻസ് പെർഫോമൻസ് അല്ലെങ്കിൽ ഇംപിഡൻസ് ചേഞ്ചസ് മെഷർ ചെയ്തിട്ട് നമുക്ക് റിസൾട്ട് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന പരിപാടിയാണ് ഇംപിഡൻസ് പ്ലെയിൻ ഡയഗ്രം എന്ന് പറയുന്നത്. സോ ഇംപിഡൻസ് പ്ലെയിൻ ഡയഗ്രത്തിൽ എന്തൊക്കെ ഡീറ്റെയിൽസ് ആണ് കിട്ടുന്നത് എന്നുള്ളത് നമ്മളിപ്പം അൾട്രാസോണിക് ടെസ്റ്റിംഗിൽ എ സ്കാൻ, ബി സ്കാൻ, സി സ്കാൻ ഒക്കെ പറഞ്ഞിട്ടുണ്ട്. അതിൽ എ സ്കാൻ എങ്ങനെയായിരുന്നു? എ സ്കാനിൽ 2 ആക്സിസ് ഉണ്ടായിരുന്നു. എന്തൊക്കെയായിരുന്നു ആക്സിസ്?
എക്സ് ആക്സിസിൽ ടൈമും വൈ ആക്സിസിൽ റിഫ്ലക്റ്റഡ് വേവിന്റെ ഇന്റൻസിറ്റി ആയിരുന്നു അല്ലേ? ഓക്കെ. അപ്പോ അതൊരു ടൈപ്പ് ഓഫ് ഡിസ്പ്ലേ ആയിരുന്നു അൾട്രാസോണിക് ടെസ്റ്റിംഗിനകത്ത്. അതേപോലെ എഡി കറന്റ് ടെസ്റ്റിംഗിൽ ഒരു ഡിസ്പ്ലേ ഡിവൈസ് ആയിട്ട് യൂസ് ചെയ്യുന്നതാണ് ഇംപിഡൻസ് പ്ലെയിൻ ഡയഗ്രാം എന്ന് പറയുന്നത്. അവിടെയും ഈ പറഞ്ഞ പോലെ 2 ആക്സിസ് തന്നെയാണുള്ളത്. ആക്സിസിനകത്ത് ഒന്നിനകത്ത് നമ്മുടെ ടെസ്റ്റിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്ന കോയിലിന്റെ റെസിസ്റ്റൻസും അതുപോലെ തന്നെ ദാറ്റ് ഈസ് ആർ കോയിൽ റെസിസ്റ്റൻസും കോയിലിന്റെ റിയാക്ടൻസ് ഇൻഡക്റ്റീവ് റിയാക്ടൻസ് എക്സൽ ഇത് തമ്മിലുള്ള ഒരു ഡയഗ്രാം അല്ലെങ്കിൽ ഇത് തമ്മിലുള്ള ഗ്രാഫാണ് ഇംപിഡൻസ് പ്ലെയിൻ ഡയഗ്രാം എന്ന് പറയുന്നത്. സോ ഒരു ആക്സിസിലെ റെസിസ്റ്റൻസും ഒരു ആക്സിസിലെ റിയാക്ടൻസും എടുത്തിട്ടുള്ള ഗ്രാഫിന്റെയാണ് നമ്മൾ ഇംപിഡൻസ് പ്ലെയിൻ ഡയഗ്രാം എന്ന് പറയാം. അപ്പൊ നമ്മൾ ടെസ്റ്റിംഗിൽ ആരുടെ ഇംപിഡൻസ് ആണ് മെഷർ ചെയ്യുന്നത്? ടെസ്റ്റ് പീസിന്റെ ആണോ കോയിലിന്റെ ആണോ? ഇതേപോലെ ഒരു ടെസ്റ്റ് പീസും മേലയിൽ ഒരു കോയിലും ഉണ്ട്. നമ്മൾ ഇതിൽ ആരുടെ റെസിസ്റ്റൻസും ആരുടെ റിയാക്ടൻസും നോട്ട് ചെയ്യാൻ പോകുന്നത് ഡിസ്പ്ലേയില്? കോയിലിൻ്റെതായിരിക്കോ ടെസ്റ്റ് പീസിന്റെ ആയിരിക്കോ? സർ ക്വസ്റ്റ്യൻ ക്ലിയർ ആയി. അതായത് എന്റെ കയ്യിലൊരു ടെസ്റ്റ് പീസ് ഉണ്ട്. ഇതിനെ എഡി കറന്റ് ടെസ്റ്റിംഗ് ചെയ്യാൻ ആവശ്യമായ ഒരു കോയിലും എന്റെ കയ്യിലുണ്ട്, പ്രോബ്. ഓക്കെ. ഇനി ഞാൻ പറഞ്ഞു നമ്മൾ ഇതിന്റെ ഡിസ്പ്ലേ ഡിവൈസ് എന്ന് പറയുന്നത് ഇംപിഡൻസ് പ്ലെയിൻ ഡയഗ്രാം, ദാറ്റ് ഈസ് റെസിസ്റ്റൻസും റിയാക്ടൻസും എക്സ് വൈ ആക്സിസിൽ എടുക്കുന്നതാണ് ഇംപിഡൻസ് പ്ലെയിൻ ഡയഗ്രാം. അപ്പൊ ഇവിടെ കാണിക്കുന്ന ഈ റെസിസ്റ്റൻസും റിയാക്ടൻസും ആരുടേതായിരിക്കും? അതായത് കോയിലിന്റെ റെസിസ്റ്റൻസ് റിയാക്ടൻസ് ആണോ അല്ല മെറ്റീരിയലിന്റെ ആണോ? മെറ്റീരിയലിന്റെ ആയിരിക്കോ? കോയിലല്ലേ? കോയിലിനല്ലേ ചേഞ്ച് വരിക? അതായത് ഈ കോയിലല്ലേ നമ്മൾ എ സി കറണ്ട് കൊടുക്കുക അല്ലെ? അപ്പൊ ഈ കോയിലാണ് ഇലക്ട്രോ മാഗ്നറ്റിക് ലൈൻസ് ഓഫ് ഫോഴ്സ്, അതായത് ഇതൊരു ഇലക്ട്രോ മാഗ്നറ്റ് ആയി മാറും. അപ്പൊ ഈ കോയിലിനെയാണ് നമ്മൾ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ സർഫസിന്റെ ത്രൂ ഔട്ട് മൂവ് ചെയ്യുന്നത് അല്ലെ? അപ്പൊ ഓരോ സ്ഥലത്ത് ഇപ്പൊ ക്രാക്ക് ഉള്ള സ്ഥലത്തേക്ക് എത്തുമ്പോൾ ഇവിടെ എഡി കറണ്ടിന്റെ ജനറേഷൻ ഡിഫറെന്റ് ആയിരിക്കും. അപ്പൊ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഈ കോയിലിന്റെ റെസിസ്റ്റൻസും കോയിലിന്റെ റിയാക്ടൻസും ആണ് ചേഞ്ച് വന്നുകൊണ്ടേയിരിക്കുക. സോ ഈ കോയിലിൽ നിന്നാണ് നമ്മൾ ഡിസ്പ്ലേ ഡിവൈസിലേക്ക് കണക്ഷൻ എടുക്കുക. അതായത് പ്രോബിൽ നിന്നാണ് നമ്മൾ ഈ പറയുന്ന ഇംപിഡൻസ് പ്ലെയിൻ ഡയഗ്രത്തിലേക്ക് കണക്ഷൻ വലിക്കുക. അപ്പൊ ഇതിനകത്ത് നമ്മളിപ്പോ ഈ ടെസ്റ്റ് പീസിന്റെ മേലയിലൂടെ ഇത് മൂവ് ചെയ്യുമ്പോൾ ഓരോ പോയിന്റിൽ എത്തുമ്പോഴും ഇതിന്റെ റെസിസ്റ്റൻസ് റിയാക്ടൻസ് ക്യാരക്ടറിസ്റ്റിക്സ് ആ ഗ്രാഫ് ഇങ്ങനെ പോകുന്ന ഗ്രാഫ് ആയിരിക്കും. പെട്ടെന്ന് ഇതിന്റെ ഡയറക്ഷൻ ചേഞ്ച് ചെയ്ത് ഇങ്ങനെ പോയിട്ടുണ്ടാവും. അപ്പൊ ആ ഒരു ഡയറക്ഷൻ ചേഞ്ച് ഒക്കെ വരുമ്പോൾ നമുക്ക് മനസ്സിലാവും ക്രാക്ക് ഉള്ളത് കൊണ്ടാണ് എന്നുള്ളത്. അപ്പൊ ഈ ഇംപിഡൻസ് പ്ലെയിൻ ഡയഗ്രാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് വെരി യൂസ്ഫുൾ വേ ഓഫ് ഡിസ്പ്ലേയിങ് എഡി കറന്റ് ഡാറ്റ. അതായത് എഡി കറന്റ് ടെസ്റ്റിംഗിലെ ഡിസ്പ്ലേ ഡിവൈസ് ആയിട്ട് ഉപയോഗിക്കുന്ന എലമെന്റ് ആണ് ഇംപിഡൻസ് പ്ലെയിൻ ഡയഗ്രാം. ഒരു മൊത്തം ഒന്ന് ഇറേസ് ചെയ്യാം. So the strength of eddy currents and the magnetic permeability of test material causes the eddy current signal on the impedance plane to react in a variety of different ways. അതായത് നമ്മൾ പറഞ്ഞു ടെസ്റ്റ് പീസിന്റെ സ്ട്രക്ചറും ഇതിനകത്തുള്ള ക്രാക്കിന്റെ ഒക്കെ ഡീറ്റെയിലിങ്ങിനനുസരിച്ച് നമുക്ക് ഈ ഒരു ഇംപിഡൻസ് പ്ലെയിൻ ഡയഗ്രാം ഡിഫറെന്റ് ആയിട്ട് വരും. അപ്പോ ഇത് 2 ടൈപ്പ് ഓഫ് ഇംപിഡൻസ് പ്ലെയിൻ ഡയഗ്രാം, രണ്ടും കൂടി ഒന്നിൽ വരച്ചു എന്നേ ഉള്ളൂ. അതായത് ഒരു എക്സ് ആക്സിസ് നോക്കണം, ഇവിടെ എക്സ് ആക്സിസിൽ റെസിസ്റ്റൻസ് ആണ്, മാറിപ്പോകരുത്. എപ്പോഴും എക്സാമിന് ചോദിച്ചു കഴിഞ്ഞാൽ എഴുതുമ്പോഴൊക്കെ മാറാൻ സാധ്യതകളാണിത്. എക്സ് ആക്സിസിൽ റെസിസ്റ്റൻസ്, വൈ ആക്സിസിൽ കോയിലിന്റെ ഇൻഡക്റ്റീവ് റിയാക്ടൻസ്. ഓക്കെ. അപ്പോ നമുക്കറിയാം എഡി കറന്റ് ടെസ്റ്റിംഗ് ഏത് ടൈപ്പ് മെറ്റീരിയലേ ചെയ്യാൻ പറ്റുള്ളൂ? ഇൻസുലേറ്റിംഗ് മെറ്റീരിയൽ പറ്റുമോ എഡി കറന്റ് ടെസ്റ്റിംഗ്? ഇൻസുലേറ്റർ മെറ്റീരിയൽസിൽ പറ്റുമോ? ഇല്ല. കണ്ടക്ടർ മെറ്റീരിയൽസിൽ മാത്രമേ പറ്റുള്ളൂ. കാരണം എഡി കറണ്ട് ആണ്, കറണ്ട് ജനറേറ്റ് ചെയ്താൽ മാത്രമേ, എഡി കറണ്ട്സ് ഫോം ചെയ്താൽ മാത്രമേ നമുക്ക് ടെസ്റ്റിംഗ് ഒക്കെ പോസിബിൾ ആവുള്ളൂ. സോ കണ്ടക്ടർ മെറ്റീരിയൽ മാത്രമേ പറ്റുള്ളൂ. അപ്പൊ ഈ കണ്ടക്ടർ മെറ്റീരിയൽ തന്നെ 2 രീതിയിലുണ്ട്. മാഗ്നറ്റിക് കണ്ടക്ടേഴ്സും ഉണ്ട്, നോൺ മാഗ്നറ്റിക് കണ്ടക്ടേഴ്സും ഉണ്ട് അല്ലെ? ഒരു നോൺ മാഗ്നറ്റിക് കണ്ടക്ടറിന്റെ എക്സാമ്പിൾ ആണ് അലൂമിനിയം. അതേപോലെ മാഗ്നറ്റിക് കണ്ടക്ടറിന്റെ എക്സാമ്പിൾ ആണ് സ്റ്റീൽ. അപ്പോ മെറ്റീരിയൽ കണ്ടക്ടേഴ്സിൽ മാത്രമേ നമുക്ക് എഡി കറന്റ് ടെസ്റ്റിംഗ് പറ്റുള്ളൂ. അപ്പൊ കണ്ടക്ടർ തന്നെ 2 രീതിയിലുണ്ട്, മാഗ്നറ്റിക്കും നോൺ മാഗ്നറ്റിക്കും. അപ്പൊ മാഗ്നറ്റിക് മെറ്റീരിയൽ ആയ കണ്ടക്ടർ, മാഗ്നറ്റിക് കണ്ടക്ടറിന്റെ ഇംപിഡൻസ് പ്ലെയിൻ ഡയഗ്രാം എങ്ങനെയായിരിക്കും? അതാണ് ഈ മേലയിൽ, ഈ ലൈനിന് മേലെയായിട്ട് കാണിച്ചിട്ടുള്ളത് ഇത്രയും സംഭവം.
ഒരു നോൺ മാഗ്നറ്റിക് മെറ്റീരിയലിന്റെ ഇംപിഡൻസ് പ്ലെയിൻ ഡയഗ്രാം എങ്ങനെയായിരിക്കും? അതാണ് ഈ താഴെ കാണിച്ചിട്ടുള്ള ഈ ഒരു ലൂപ്പ് പോലെ. അപ്പൊ നമുക്ക് ഈ ഒരു 2 ഗ്രാഫായിട്ട് വരക്കേണ്ടതിനാ രണ്ടും കൂടി ഒറ്റൊരു ഡിസ്പ്ലേ കാണിച്ചു എന്നേ ഉള്ളൂ, ഒറ്റൊരു സ്ലൈഡിൽ ആക്കിയെന്നേ ഉള്ളൂ. നിങ്ങൾക്ക് മാഗ്നറ്റിക് മാത്രമേ ചോദിച്ചിട്ടുള്ളൂ എങ്കിൽ നിങ്ങൾ എക്സും വൈയും ആക്സിസ് വരയ്ക്കുക, ഈ കാണുന്ന 3 കേവുകൾ വരയ്ക്കുക. നിങ്ങളോട് നോൺ മാഗ്നറ്റിക് മാത്രമേ ചോദിച്ചിട്ടുള്ളൂ എങ്കിൽ ഇതേപോലെ എക്സ് വൈ വരയ്ക്കുക, ഈ താഴെയുള്ള കേവ് മാത്രം വരയ്ക്കുക. എന്ന് മൊത്തം റിമൂവ് ചെയ്യാം. ഞാനിപ്പോ രണ്ടും കൂടി ഒരുമിച്ച് ഇതിൽ ഒരു ആക്സിസിനകത്ത് തന്നെ അല്ലെങ്കിൽ ഒരു ഡയഗ്രത്തിനകത്ത് തന്നെ കാണിച്ചു എന്നേ ഉള്ളൂ. സോ നിങ്ങളെ ക്വസ്റ്റ്യൻ അനുസരിച്ച് നിങ്ങൾ ആൻസർ ചെയ്യാം. മാഗ്നറ്റിക് മെറ്റീരിയലിന്റെ ചോദിച്ചിട്ടുള്ളെങ്കിൽ ഈ 3 കേവുകൾ വരയ്ക്കുക, നോൺ മാഗ്നറ്റിക്കിന്റെ ആണെങ്കിൽ താഴെയുള്ള ഈ 3 കേവുകൾ വരയ്ക്കുക. അപ്പൊ നമുക്ക് ഈ ഫിഗറിൽ നിന്ന് തന്നെ മനസ്സിലാവുന്നുണ്ട് മാഗ്നറ്റിക് കണ്ടക്ടേഴ്സിന്റെയും നോൺ മാഗ്നറ്റിക് കണ്ടക്ടേഴ്സിന്റെയും ഇംപിഡൻസ് പ്ലെയിൻ ഡയഗ്രാം എന്ന് പറയുന്നത് എൻറ്റയർ ഡിഫറെന്റ് ആണ് അല്ലെ, എൻറ്റയർലി ഡിഫറെന്റ് ആണ്. രണ്ടും 2 ഷേപ്പിലാണ് ഉള്ളത്. അപ്പൊ എന്തുകൊണ്ടാണ് ഈ ചേഞ്ച് വരുന്നത്? മാഗ്നറ്റിക് മെറ്റീരിയലിൽ എന്തുകൊണ്ടാണ് ഈ മേലെ കാണിച്ച പോലെ വന്നത്? ഒരു നോൺ മാഗ്നറ്റിക് മെറ്റീരിയൽ എന്തുകൊണ്ടാണ് ഈ താഴെയുള്ളത് പോലെ വന്നത്? അതാണ് ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് വൺ ഈസ് ഇംപിഡൻസ് പ്ലെയിൻ ഡയഗ്രാം ഫോർ നോൺ മാഗ്നറ്റിക് മെറ്റീരിയൽ. ഇംപിഡൻസ് പ്ലെയിൻ ഡയഗ്രാം ഫോർ നോൺ മാഗ്നറ്റിക് മെറ്റീരിയൽ. നിങ്ങളുടെ ടെക്സ്റ്റിനകത്തൊന്നും ഈ ഒരു ഇംപിഡൻസ് പ്ലെയിൻ ഡയഗ്രത്തിന്റെ ഫിഗർ ഒന്നും ഇല്ല കേട്ടോ, ഞാൻ നോട്ട് തരാം. അപ്പോ ഇംപിഡൻസ് പ്ലെയിൻ ഡയഗ്രാം ഫോർ നോൺ മാഗ്നറ്റിക് മെറ്റീരിയൽ നമ്മൾ ഫസ്റ്റ് പറയുന്നത് ഈ താഴെയുള്ള, ഇപ്പൊ ഇത്രയും ഇനി പറയാൻ പോകുന്നത് ഈ നോൺ മാഗ്നറ്റിക്കിന്റെ മാത്രമാണ്. ഈ മേലയിലുള്ള ഒന്നും നിങ്ങൾ നോക്കണ്ട, ഇതെല്ലാം വിട്ടേ. ഇത്രയും നമ്മൾ ഇനി ഇപ്പൊ ഡിസ്കസ് ചെയ്യുന്നില്ല, കുറച്ച് കഴിഞ്ഞ് പറയാം. ഒരു നോൺ മാഗ്നറ്റിക് മെറ്റീരിയൽ ആയ അലൂമിനിയം എടുത്തിട്ടാണ് ഞാനിവിടെ എക്സാമ്പിൾ ഒരു എക്സ്പെരിമെന്റ് പോലെ പറയാം. ഒരു അലൂമിനിയം മെറ്റീരിയൽ എന്റെ കയ്യിലുണ്ട്, അലൂമിനിയം ഉണ്ട്. ഓക്കെ, അലൂമിനിയം എന്ന് പറയുന്നത് നമുക്കറിയാം കണ്ടക്ടർ ആണ്, ബട്ട് ഇറ്റ് ഇസ് എ നോൺ മാഗ്നറ്റിക് മെറ്റീരിയൽ. ഓക്കെ, അപ്പൊ ഇതിന്റെ അടുത്തേക്ക് നമുക്ക് എന്ത് ചെയ്യണം? ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കോയിൽ കൊണ്ടുവരണം, വേണ്ടേ? കോയിൽ കൊണ്ടുവരണം. അപ്പൊ കോയിലിനെ ഞാൻ എന്ത് ചെയ്യുന്ന വെച്ചാൽ ഫസ്റ്റ് ഇനീഷ്യലി ഈ അലൂമിനിയത്തിന്റെ അടുത്ത് കൊണ്ടുവരുന്നതിന് മുമ്പ് എയറിൽ വെച്ചിട്ട് എയറിൽ വെക്കുന്നത്. ഓക്കെ, അപ്പൊ ഈ കോയിൽ നിന്നുള്ള കണക്ഷൻ ആണ് നമ്മൾ ഈ ഇംപിഡൻസ് പ്ലെയിൻ ഡയഗ്രത്തിലേക്ക് കൊടുത്തിട്ടുള്ളത്, ഈ ഡിസ്പ്ലേയിലേക്ക് കൊടുത്തിട്ടുള്ളത്. ഇപ്പൊ എയറിലാണ് ഉള്ളത്. എയറിലുള്ള എലമെന്റിനെ ഞാൻ ഇവിടുന്ന് നള്ള് സെറ്റ് ചെയ്യാം. നള്ള് എന്ന് പറഞ്ഞാൽ 0 സെറ്റ് ചെയ്യാം, 0 റീഡിങ് സെറ്റ് ചെയ്തു. ദെൻ ഈ കോയിലിനെ നമ്മൾ ഇനി അടുത്തായിട്ട് ഈ അലൂമിനിയം എലമെന്റിന്റെ അടുത്തേക്ക് കൊണ്ടുവരികയാണ്. ഈ ഡിസ്റ്റൻസിനെ നമ്മളൊരു പേര് പറഞ്ഞിരുന്നു ഇന്നലെ. കോയിലും നമ്മുടെ ടെസ്റ്റ് പീസും തമ്മിലുള്ള ഈ ഡിസ്റ്റൻസ് എന്തായിരുന്നു ആ പേര്? ഈ ഡിസ്റ്റൻസ് കൂടുന്തോറും ഇതിനകത്ത് എഡി കറണ്ടിന്റെ ഫോർമേഷൻ കുറഞ്ഞു കുറഞ്ഞു വരും. ഈ ഡിസ്റ്റൻസ് കുറയും തോറും ഇതിനകത്ത് മാക്സിമം എഡി കറണ്ട് ജനറേറ്റ് ചെയ്യും. അപ്പൊ ഈ ഒരു എഫക്റ്റിനെ നമ്മളൊരു എഫക്റ്റ് എന്ന് പേര് വിളിച്ചിരുന്നു. ലിമിറ്റ് ഓഫ് ലിഫ്റ്റ്. എടാ ഇതല്ലേ ഒന്നാമത്തെ ലിഫ്റ്റ് ഓഫ്. ലിമിറ്റ് ഓഫ് അല്ല, ലിഫ്റ്റ് ചെയ്യാന്ന് വെച്ചാൽ എന്താ? പൊക്കുക. അപ്പൊ ലിഫ്റ്റ് ഓഫ് എഫക്ട്. ഓക്കെ, അപ്പൊ ഞാനിപ്പോ എയറിൽ വെച്ച് 0 സെറ്റ് ചെയ്ത് ദെൻ കോയിലിനെ നമ്മുടെ ടെസ്റ്റ് പീസിന്റെ അടുത്തേക്ക് കൊണ്ടുവരുന്നു, അതായത് ലിഫ്റ്റ് ഓഫ് ചെയ്യുന്നു അല്ലെ, ലിഫ്റ്റ് ഓഫ് കുറച്ച് കൊണ്ടുവരുന്നു. സോ നിങ്ങൾ ഇതാ ഇവിടുന്ന് നോക്കാം, എയറിലുള്ള പോയിന്റ് ഇതാണ്. എയറിൽ ഞാൻ നള്ള് സെറ്റ് ചെയ്യുന്നു, 0 സെറ്റ് ചെയ്തു. ദെൻ കോയിലിനെ ഈ മെറ്റീരിയലിന്റെ അടുത്തേക്ക് കൊണ്ടുവെക്കുമ്പോൾ ഇതിന്റെ ഗ്രാഫ് കണ്ടോ, ഇങ്ങനെ പോവാണ്. ലിഫ്റ്റ് ഓഫ് കർവ് എന്ന് പറയും, ലിഫ്റ്റ് ഓഫ് കർവ്. അപ്പൊ ഇവിടെയാണ് നമ്മളെ ടെസ്റ്റ് പീസ് ഉള്ളത്, ദാറ്റ് ഈസ് അലൂമിനിയം. ഇതിന്റെ ഏറ്റവും എക്സ്ട്രീം അടുത്തെത്തി, കോയിൽ ഈ ഒരു ലെവലിലെത്തി, മെറ്റീരിയലിന്റെ നിയർ സർഫസിലെത്തി. അപ്പോ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു കർവ് വരുന്നത്? ഞാൻ ചോദിക്കുന്നത്, ഈ എയറിലുള്ള കോയിൽ ഇതിന്റെ അടുത്തേക്ക് വരും തോറും എന്ത് മാറ്റമാണ് കോയിലിനും ടെസ്റ്റ് പീസിനും സംഭവിക്കുന്നത്? മനസ്സിലായില്ല? റെസിസ്റ്റൻസ് കുറഞ്ഞു വരുന്ന. ഞാന് നമുക്ക് ഗ്രാഫ് വെച്ചിട്ട് പറയാം. ഇവിടെ ഒരു അലൂമിനിയം പീസ് ഉണ്ട്. ഇത്രയും നേരം കോയിൽ ഇവിടെയായിരുന്നു ഉണ്ടായിരുന്നത്. ഞാൻ ലിഫ്റ്റ് ഓഫ് കുറച്ച് കൊണ്ടുവന്നിട്ട് ഇപ്പൊ കോയിലിനെ ഇവിടെ എത്തിച്ചിട്ടുണ്ട്. ഈ കോയിൽ ഇങ്ങനെ അടുത്ത് വരും തോറും നമ്മുടെ അലൂമിനിയം പീസിന് എന്താ സംഭവിക്കുക? മാഗ്നറ്റൈസ്. ഇതിൽ എന്ത് ജനറേറ്റ് ചെയ്യും? കറണ്ട്. എഡി കറണ്ട് ഫോം ചെയ്യും അല്ലെ? ഈ സർഫസിൽ ഇങ്ങനെ എഡി കറണ്ട് ഫോം ചെയ്യും അല്ലെ?
അല്ലടാ. Yes, sir. ഓക്കെ, അപ്പൊ ഇവിടെ എഡ്ഡി കറണ്ട് ഇങ്ങനെ താഴോട്ട് വരുന്തോറും കൂടി വരും. അപ്പൊ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഈ കോയിലിന്റെ റെസിസ്റ്റൻസിനും റിയാക്ടൻസിനും എന്താ സംഭവിക്കുക നമുക്ക് നോക്കാം. അതായത് നമ്മള് ഇവിടെയുള്ള കോയിൽ, ഈ മേലെ ഈ ടോപ്പിലുള്ള കോയിലിന്റെ പോയിന്റ് ആയിരുന്നു ഈ എയർ പോയിന്റ്. ഓക്കെ, ദെൻ ഈ കോയിലിനെ ഞാൻ താഴോട്ടേക്ക് കൊണ്ടുവരും തോറും റെസിസ്റ്റൻസിന് എന്താ സംഭവിച്ചത്? റെസിസ്റ്റൻസ് എന്തായി? കൂടിയോ കുറഞ്ഞോ? കുറഞ്ഞു. റെസിസ്റ്റൻസ് ഈസ് എക്സ് ആക്സിസ്. കൂടി. ആദ്യം റെസിസ്റ്റൻസ് ഇത്രയായിരുന്നു, ഇപ്പൊ റെസിസ്റ്റൻസ് ഇത്രയായി. കൂടിയാണോ ഇത് കുറയാണോ ഇത്? കൂടി. അപ്പൊ റെസിസ്റ്റൻസ് കൂടിയിട്ടുണ്ട്. ദെൻ റിയാക്ടൻസ് എന്താ സംഭവിച്ചേ? ആദ്യം റിയാക്ടൻസ് ഇത്രയായിരുന്നു, ഇപ്പൊ റിയാക്ടൻസ് ഇവിടെ എത്തിയിട്ടുണ്ട്. റിയാക്ടൻസ് കുറഞ്ഞു. ഇതാണ് നമ്മുടെ ഒബ്സർവേഷൻ അല്ലെ? ഇതാണ് നമ്മുടെ ഒബ്സർവേഷൻ. അതായത് ലിഫ്റ്റ് ഓഫ് ചെയ്തപ്പോ, അതായത് കോയിലിനെ എയറിൽ നിന്നും നമ്മുടെ ടെസ്റ്റ് പീസിന്റെ അടുത്തേക്ക് കൊണ്ടുവന്നപ്പോ രണ്ട് കാര്യങ്ങൾ നമ്മൾ ഒബ്സർവ് ചെയ്തു. ദാറ്റ് ഈസ് റെസിസ്റ്റൻസ് കൂടി, റിയാക്ടൻസ് കുറഞ്ഞു. റെസിസ്റ്റൻസ് ആരുടെയാണ് ഈ പറയുന്നത്? റെസിസ്റ്റൻസും റിയാക്ടൻസും കോയിലിന്റെ ആണ്. കോയിലിന്റെ റെസിസ്റ്റൻസ് കൂടി, കോയിലിന്റെ റിയാക്ടൻസ് കുറഞ്ഞു. എന്തുകൊണ്ടാണ് ആ ഒരു മാറ്റം സംഭവിച്ചതെന്നാണ് നമ്മൾ പറയേണ്ടത്. റെസിസ്റ്റൻസ് കൂടുക എന്ന് വെച്ചാൽ എന്താ? ഈ കോയിലിലൂടെ പാസ് ചെയ്യുന്ന കറണ്ട് കുറയാന്നല്ലേ? അല്ലെ? റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് ടു കറണ്ട് ഫ്ലോ അല്ലേ? അല്ലെ, ഓപ്പോസിഷൻ ടു കറണ്ട് ഫ്ലോ അല്ലേ? അപ്പൊ റെസിസ്റ്റൻസ് കൂടുക പറഞ്ഞാൽ ഈ കോയിലൂടെയുള്ള കറണ്ട് കുറയാ, അതല്ലേ റെസിസ്റ്റൻസ് കൂടുക എന്ന് പറയുന്നത്. അപ്പൊ എന്തുകൊണ്ടാണ് അങ്ങനെ റെസിസ്റ്റൻസ് കൂടിയെന്ന് ചോദിച്ചാൽ നമുക്കറിയാം, ഈ കോയിലിൽ കറണ്ട് പാസ് ചെയ്ത് ഇതൊരു ഇലക്ട്രോ മാഗ്നറ്റ് ആയതിന്റെ ഭാഗമായിട്ടാണ് ടെസ്റ്റ് പീസിനകത്ത് എഡ്ഡി കറണ്ട് ഉണ്ടായിട്ടുള്ളത്. അപ്പൊ ആക്ച്വലി ഈ എഡ്ഡി കറണ്ട് എന്ന് പറയുന്നത് ഈ കോയിലിൽ നിന്നുള്ള എനർജിയെ എടുത്തുകൊണ്ടാണ് എഡ്ഡി കറണ്ട് ജനറേറ്റ് ചെയ്തത്. വെറുതെ ഉണ്ടായതൊന്നുമല്ല, ഈ കോയിൽ ഉള്ളത് കൊണ്ടാണ് ഇവിടെ എഡ്ഡി കറണ്ട് ഉണ്ടായിട്ടുള്ളത്. കോയിലിൽ കറണ്ട് ഉള്ളത് കൊണ്ടാണ് എഡ്ഡി കറണ്ട് ഫോം ചെയ്തത്. അപ്പൊ കോയിലിന്റെ കറണ്ട് അല്ലെങ്കിൽ കോയിലിന്റെ എനർജി എടുക്കുന്നുണ്ട് ആര്? മെറ്റീരിയൽ. അപ്പൊ കോയിൽ ഇനീഷ്യലി ഒരു 10 ആംപിയർ കറണ്ട് ഉണ്ടായിട്ടുണ്ടെങ്കിൽ, അതായത് ഈ എയർ പോയിന്റിൽ വെച്ചപ്പോൾ ഇവിടെ 10 ആംപിയർ കറണ്ട് ഉണ്ട്. ഇത് ഇങ്ങോട്ട് താഴോട്ട് വരും തോറും ഇതിനകത്ത് കറണ്ട് കുറഞ്ഞിട്ട് ഒരു 8 ആംപിയർ ഒക്കെ ആയിട്ടുണ്ടാവും. കാരണം ഈ 10 ആംപിയറിൽ നിന്നുള്ള എനർജി എടുത്തിട്ടാണ് ഇവിടെ എഡ്ഡി കറണ്ട് ജനറേറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പൊ സ്വാഭാവികമായിട്ടും എയർ പോയിന്റിലുള്ള കറണ്ടിനേക്കാളും കറണ്ട് കുറവായിരിക്കും മെറ്റീരിയലിന്റെ അടുത്തേക്ക് എത്തുമ്പോൾ. അപ്പൊ കറണ്ട് 10 ആംപിയറിൽ നിന്ന് 8 ആംപിയർ ആയി എന്ന് പറഞ്ഞാൽ കറണ്ട് കുറഞ്ഞു. കറണ്ട് കുറയുന്നത് എന്തുകൊണ്ടാണ്? റെസിസ്റ്റൻസ് കൂടുന്നത് കൊണ്ടാണ് അല്ലെ? കറണ്ട് എപ്പോഴാ കുറയാ? ഓപ്പോസിഷൻ ടു കറണ്ട് ഫ്ലോ ആണ് റെസിസ്റ്റൻസ്. റെസിസ്റ്റൻസ് കൂടുമ്പോഴാണ് കറണ്ട് കുറയുന്നത് അല്ലേ? അപ്പോ നമുക്ക് ഈ ഒരു ലിഫ്റ്റ് ഓഫ് നടക്കുമ്പോ ആക്ച്വൽ റീസൺ എന്താണ്? എന്തുകൊണ്ടാണ് ഇതിന്റെ റെസിസ്റ്റൻസ്? ഈ ഒബ്സർവേഷന്റെ റീസൺ എന്ന് പറയുന്നത് ഈ കോയിലിനകത്ത് നിന്നും എനർജിയെ എടുത്തുകൊണ്ട് അബ്സോർബ് ചെയ്തുകൊണ്ടാണ് ഇവിടെ എഡ്ഡി കറണ്ട് ജനറേറ്റ് ചെയ്തിട്ടുള്ളത്. ഈ എ സി കറണ്ട് നമ്മൾ എപ്പോഴും ഒരു കോൺസ്റ്റന്റ് സോഴ്സ് ആയിട്ട് തന്നെയാണ് കീപ്പ് ചെയ്തിട്ടുള്ളത്. അപ്പൊ പക്ഷെ നമ്മൾ കോൺസ്റ്റന്റ് സോഴ്സ് ഇങ്ങനെ കറണ്ട് കൊടുക്കുന്നുണ്ടെങ്കിലും ഇതിന്റെ അകത്തുനിന്ന് ഒരു പാർട്ട് എടുത്തിട്ടാണ് ഇവിടെ എഡ്ഡി കറണ്ട് ജനറേറ്റ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് ഇതിനകത്ത് കറണ്ട് കുറയും. അങ്ങനെ കറണ്ട് കുറയാൻ ഒറ്റ വഴിയേ ഉള്ളൂ, ഈ കോയിലിന്റെ റെസിസ്റ്റൻസ് പെട്ടെന്ന് കൂടിയിട്ടുണ്ടാവും. സോ ഫസ്റ്റ് ഒബ്സർവേഷൻ, റെസിസ്റ്റൻസ് കൂടാനുള്ള റീസൺ എനർജി ടേക്കൺ അവേ ഫ്രം ദി കോയിൽ. ആര്? മെറ്റീരിയൽ എടുത്തു കളയും. മെറ്റീരിയൽ ഇതിനകത്ത് നിന്ന് കുറച്ച് എനർജി അബ്സോർബ് ചെയ്യും. അപ്പൊ ഇതിനകത്തെ കറണ്ട് സ്വാഭാവികമായിട്ടും കുറയും. അപ്പൊ അങ്ങനെ കറണ്ട് കുറയുന്നതിന്റെ റീസൺ എന്ന് പറയുന്നത് കോയിലിന്റെ റെസിസ്റ്റൻസ് പെട്ടെന്ന് ഇൻക്രീസ് ആവും. ഇനി രണ്ടാമത്തെ കാര്യം, അതായത് റിയാക്ടൻസ് കുറയുന്നുണ്ട്. റിയാക്ടൻസ് കുറയാം. അപ്പൊ നമുക്കറിയാം ഇതിനെ നമ്മൾ ഇതിന്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ പഠിക്കുമ്പോൾ, അതായത് എഡ്ഡി കറന്റ് ടെസ്റ്റിങ്ങിന്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ പഠിക്കുമ്പോൾ 3-4 ടേംസ് നമ്മൾ പറഞ്ഞിരുന്നു. പ്രൈമറി കറണ്ട്, പ്രൈമറി മാഗ്നറ്റിക് ഫീൽഡ്, സെക്കൻഡറി കറണ്ട്, സെക്കൻഡറി മാഗ്നറ്റിക് ഫീൽഡ്. ഏതാ പ്രൈമറി കറണ്ട്? അതായത് നമ്മൾ ഇവിടെ എ സി ഇൻപുട്ട് കറണ്ട്, ദാറ്റ് ഈസ് പ്രൈമറി കറണ്ട് അല്ലെ? ഏതാ പ്രൈമറി മാഗ്നറ്റിക് ഫീൽഡ്? കോയിൽ ജനറേറ്റ് ചെയ്യുന്ന നമ്മൾ ഈ പ്രൈമറി കറണ്ട് കൊടുത്ത ഈ കോയിൽ, അതാണ് പ്രൈമറി മാഗ്നറ്റിക് ഫീൽഡ് അല്ലെ? ഓക്കെ, ദെൻ സെക്കൻഡറി കറണ്ട് ഏതാ? എഡ്ഡി കറന്റ്. അതായത് നമ്മുടെ ടെസ്റ്റ് പീസ് ജനറേറ്റ് ചെയ്യുന്ന എഡ്ഡി കറണ്ട്. ദിസ് ഈസ് സെക്കൻഡറി കറണ്ട്.
ഏതാ സെക്കൻഡറി മാഗ്നറ്റിക് ഫീൽഡ്? ഏതാ സെക്കൻഡറി മാഗ്നറ്റിക് ഫീൽഡ്? ഏതാ? ഇതെല്ലാം നമ്മൾ ഫസ്റ്റ് പറഞ്ഞാടാ. പ്രൈമറി കറണ്ട് എന്ന് പറഞ്ഞാല് ഇതിനകത്ത് നമ്മൾ കൊടുക്കുന്ന ഫസ്റ്റ് ഇൻപുട്ട് ആയിട്ട് കോയിലിൽ കൊടുക്കുന്ന കറണ്ട്. പ്രൈമറി മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറഞ്ഞാൽ ഈ കറണ്ട് കാരണം ഈ കോയിലിൽ ഉണ്ടാവുന്ന മാഗ്നറ്റിക് ഫീൽഡ് അല്ലെ. ദെൻ സെക്കൻഡറി കറണ്ട് എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് ജനറേറ്റ് ചെയ്യുന്ന മെറ്റീരിയലിൽ ജനറേറ്റ് ചെയ്യുന്ന എഡ്ഡി കറണ്ട്. സെക്കൻഡറി മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറഞ്ഞാൽ ഏതാ? ഈ എഡ്ഡി കറണ്ട് കാരണം മെറ്റീരിയലിൽ നിന്നും ഉണ്ടാവുന്ന മാഗ്നറ്റിക് ഫീൽഡ് അല്ലേ? ഓക്കെ. അപ്പൊ ഞാൻ ചോദിക്കുന്നത്, ഇതൊരു നോൺ മാഗ്നറ്റിക് മെറ്റീരിയൽ ആണെങ്കിൽ, നമ്മളിപ്പോ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്ന നോൺ മാഗ്നറ്റിക് മെറ്റീരിയൽ ആയ അലൂമിനിയത്തിന്റെ കാര്യമാണ് അല്ലെ. ഇതൊരു നോൺ മാഗ്നറ്റിക് മെറ്റീരിയൽ ആണെങ്കിൽ ഈ സെക്കൻഡറി മാഗ്നറ്റിക് ഫീൽഡ് പ്രസന്റ് ആയിരിക്കുമോ? ഇല്ല സർ, ഇല്ല. മാഗ്നറ്റിക് മെറ്റീരിയൽ ആണെങ്കിൽ മാത്രമല്ലേ ഈ പറയുന്ന സെക്കൻഡറി കറണ്ടും കാര്യങ്ങളൊക്കെ വരാനുള്ളൂ. അപ്പോ നമ്മളെ രണ്ടാമത്തെ ഒബ്സർവേഷൻ എന്ന് പറയുന്നത് റിയാക്ടൻസ് എക്സൽ എന്ന് പറയുന്നത് കുറയുമെന്നാണ്. അപ്പൊ ഇവിടുന്ന് ആക്ച്വലി ഒരു ഓപ്പോസിംഗ് മാഗ്നറ്റിക് ഫീൽഡ് വരേണ്ടതായിരുന്നു, ബട്ട് ഇതിനകത്ത് വരുന്നില്ല. കാരണം ഇതൊരു നോൺ മാഗ്നറ്റിക് മെറ്റീരിയൽ ആണ്. ഈ ഓപ്പോസിംഗ് മാഗ്നറ്റിക് ഫീൽഡ് ആരെയാണ് ഓപ്പോസ് ചെയ്യുന്നത്? ഈ പ്രൈമറി മാഗ്നറ്റിക് ഫീൽഡിനെയാണ് സെക്കൻഡറി മാഗ്നറ്റിക് ഫീൽഡ് ഓപ്പോസ് ചെയ്യുന്നത്. അപ്പൊ ഈ പ്രൈമറി മാഗ്നറ്റിക് ഫീൽഡിനെ ഓപ്പോസ് ചെയ്യാൻ ഇവിടെ ആരില്ല? സെക്കൻഡറി മാഗ്നറ്റിക് ഫീൽഡ് ഇല്ല. അങ്ങനെ വരുമ്പോ ഈ പ്രൈമറി മാഗ്നറ്റിക് ഫീൽഡ് മാക്സിമം കൂടും. മാഗ്നറ്റിക് ഫീൽഡ് കൂടും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഈ പ്രൈമറി മാഗ്നറ്റിക് ഫീൽഡിന് ഓപ്പോസിഷൻ ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ദാറ്റ് ഈസ് റിയാക്ടൻസ് തീരെ ഇല്ല എന്നല്ലേ അർത്ഥം. റിയാക്ടൻസ്, ഇൻഡക്റ്റീവ് റിയാക്ടൻസ് കുറഞ്ഞു. മനസ്സിലായോ? രണ്ട് കാര്യം, റെസിസ്റ്റൻസ് കൂടുന്നത് എന്തുകൊണ്ടാണ് നമുക്ക് തിരിഞ്ഞു. അത് ഈ എഡ്ഡി കറണ്ട് ഫോം ചെയ്യുമ്പോൾ ടെസ്റ്റ് പീസ് കുറച്ച് എനർജി നമ്മുടെ കോയിലിൽ നിന്നും അബ്സോർബ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കറണ്ട് കുറയും. കറണ്ട് കുറയാന്ന് പറഞ്ഞാൽ റെസിസ്റ്റൻസ് കൂടുക. റെസിസ്റ്റൻസ് കൂടുന്നതിന്റെ കാര്യം നമുക്ക് തിരിഞ്ഞു. ദെൻ റിയാക്ടൻസ് കുറയാന്ന് വെച്ച് കഴിഞ്ഞാല് മാഗ്നറ്റിക് ഓപ്പോസിഷൻ ഇവിടെ ഇല്ല, അല്ലെങ്കിൽ സെക്കൻഡറി മാഗ്നറ്റിക് ഫീൽഡ് ഇവിടെ ആബ്സെന്റ് ആണ്. അതുകൊണ്ട് തന്നെ കോയിലിന്റെ റിയാക്ടൻസിനെ ഓപ്പോസ് ചെയ്യാൻ ആരുമില്ല. റിയാക്ടൻസ് ഇങ്ങനെ എന്താണ്, അല്ലെങ്കിൽ ഇതിനകത്ത് ഒരു റിയാക്ടൻസ് പ്രോപ്പർട്ടി കോൺസ്റ്റന്റ് ആയിട്ട് ഇങ്ങനെ ഇൻക്രീസ് ചെയ്യാണ്. അപ്പോ ഒരു ഓപ്പോസിഷൻ ഇല്ല. ഓപ്പോസിഷൻ ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിയാക്ടൻസ് കുറയുക. ഓപ്പോസിഷനെ ആണല്ലോ നമ്മൾ റെസിസ്റ്റൻസ്, റിയാക്ടൻസ് എന്നൊക്കെ പറയുന്നത്. ആ ഓപ്പോസിഷൻ ഇല്ല. ഇവിടെ സെക്കൻഡറി മാഗ്നറ്റിക് ഫീൽഡ് ഒന്നുമില്ല. ഒരു ഓപ്പോസിഷൻ ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ റിയാക്ടൻസ് ഇല്ല. റിയാക്ടൻസ് കുറയാണ്. സോ ദാറ്റ് ഈസ് ദ റീസൺ ഫോർ ദിസ് കർവ്. റിയാക്ടൻസ് കുറയുന്നു, റെസിസ്റ്റൻസ് കൂടുന്നു. ഓക്കെ. അപ്പൊ നിങ്ങൾ ഇംപിഡൻസ് പ്ലെയിൻ ഡയഗ്രത്തില്, പിന്നെ ഇതുവരെ എക്സാമിന് ചോദിച്ചിട്ടില്ല, പക്ഷെ ചോദിക്കാൻ സാധ്യതയുണ്ട്, മാഗ്നറ്റിക് ഓർ നോൺ മാഗ്നറ്റിക് മെറ്റീരിയൽ. ഇപ്പൊ നോൺ മാഗ്നറ്റിക് ആണ് നമ്മൾ ഇപ്പൊ ഡിസ്കസ് ചെയ്യുന്നത്. മേലത്തെ അവിടെ നിൽക്കട്ടെ. അപ്പോ നമ്മൾ എക്സ്പെരിമെന്റ് പോലെ തന്നെ പറയാം, കൺസിഡർ എ നോൺ മാഗ്നറ്റിക് മെറ്റീരിയൽ ലൈക്ക് അലൂമിനിയം. എന്നിട്ട് ഒരു കോയിൽ എടുക്കുക, എയറിൽ വെച്ചിട്ട് ഇതിന്റെ നൾ പോയിന്റ് സെറ്റ് ചെയ്യുക. ദാറ്റ് ഈസ് ദിസ് പോയിന്റ്, നൾ പോയിന്റ്, എയർ പോയിന്റ്, ഇവിടെ എയർ പോയിന്റ്. ദെൻ ഇതിനെ ലിഫ്റ്റ് ഓഫ് ചെയ്യാന്ന് വെച്ചാൽ ലിഫ്റ്റ് ഓഫ് കുറക്കുക. ലിഫ്റ്റ് ഓഫ് കുറക്കാന്ന് വെച്ചാൽ ടെസ്റ്റ് പീസിന്റെ നിയർ ബൈ ഏരിയയിലേക്ക് കൊണ്ടുവരിക. അപ്പൊ ഇങ്ങനെ അടുത്തടുത്ത് എത്തും തോറും നമ്മുടെ ഈ ഇംപിഡൻസ് പ്ലെയിൻ ഡയഗ്രത്തിൽ ഗ്രാഫ് ജനറേറ്റ് ചെയ്യും. എന്താ ഗ്രാഫ് വരിക? ഒബ്സർവേഷൻ പറയാം. റെസിസ്റ്റൻസ് കൂടുന്നതായിട്ടും റിയാക്ടൻസ് കുറയുന്നതായിട്ടുള്ള ഗ്രാഫ് കിട്ടും. ഈ നൾ പോയിന്റിൽ നിന്നും ഇങ്ങനെ ഒരു ഗ്രാഫ് വരും. എന്താ റീസൺ? ഈ കോയില് നിയർ ബൈ ഏരിയയിലേക്ക്, ടെസ്റ്റ് പീസിന്റെ നിയർ ബൈ ഏരിയയിലേക്ക് വരുംതോറും ടെസ്റ്റ് പീസിൽ എഡ്ഡി കറണ്ട് ഉണ്ടാവും. ഈ എഡ്ഡി കറണ്ട് കോയിലിൽ നിന്നും എനർജി എടുക്കുന്നുണ്ട്, എനർജി അബ്സോർബ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇതിന്റെ കറണ്ട് കുറയുന്നുണ്ട്. കറണ്ട് കുറയാനുള്ള ഒരു റീസൺ എന്ന് പറയുന്നത് റെസിസ്റ്റൻസ് കൂടുതലാണ്. അതേപോലെ ഇതൊരു നോൺ മാഗ്നറ്റിക് മെറ്റീരിയൽ ആയതുകൊണ്ട് ഓപ്പോസിറ്റ് മാഗ്നറ്റിക് ഫീൽഡ് ആബ്സെന്റ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ മാഗ്നറ്റിക് ഓപ്പോസിഷൻ ഇവിടെ ഇല്ല. അങ്ങനെ ഓപ്പോസിഷൻ ഇല്ല എന്ന് പറയുമ്പോൾ ദാറ്റ് ഈസ് റിയാക്ടൻസ് കുറയുന്നു. റിയാക്ടൻസ് ഇല്ല എന്നുള്ള ഒരു ടേമായി. സോ റിയാക്ടൻസ് കുറയുന്നു. ഇനി ഈ ടെസ്റ്റ് പീസിലെ മുമ്പിൽ മേലയിലൂടെ ഞാൻ ഈ കോയിലിനെ, ഇപ്പൊ കോയിൽ ഇവിടെ ഉണ്ട്, ഈ കോയിലിനെ ഞാൻ ഇങ്ങനെ ലെഫ്റ്റിലേക്കോ അല്ലെങ്കിൽ റൈറ്റിലേക്കോ ഞാൻ മൂവ് ചെയ്യുന്നു. പോകുന്ന വഴിയിൽ എവിടെയെങ്കിലും ക്രാക്ക് ഉണ്ടെങ്കിൽ, ഇവിടെ ഒരു ക്രാക്ക് ഉണ്ടെങ്കിൽ പെട്ടെന്ന് ഈ ഗ്രാഫിന് ഒരു ചേഞ്ച് വരും. ആ ചേഞ്ച് ആണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. ക്രാക്ക് വരുമ്പോൾ എന്താ സംഭവിക്കുന്നത്? റെസിസ്റ്റൻസിന് എന്താ സംഭവിക്കുന്നത്?
ക്രാക്ക് വന്നപ്പോൾ റെസിസ്റ്റൻസിന് എന്താ സംഭവിച്ചേ? ഇത്രയും നേരം റെസിസ്റ്റൻസ് ഇത്രയായിരുന്നു, ഇപ്പൊ റെസിസ്റ്റൻസ് ഇവിടെ എത്തിയിട്ടുണ്ട്. റെസിസ്റ്റൻസ് എന്താ സംഭവിച്ചേ? കുറഞ്ഞു. റിയാക്ടൻസ് എന്താ സംഭവിച്ചേ? കൂടി അല്ലെ? നേരത്തെ ജസ്റ്റ് ഓപ്പോസിറ്റ്. ഇവിടെ ഒരു ക്രാക്ക് വരുമ്പോ ഇതിനകത്ത് ജനറേറ്റ് ചെയ്യുന്ന എഡി കറണ്ടിന്റെ സ്ട്രെങ്ത് കുറയും, എഡി കറണ്ട് കുറയും. എന്ന് പറഞ്ഞാല് ഈ കോയിൽ നിന്ന് ഇത്രയും നേരം എടുത്തുകൊണ്ടിരുന്ന എനർജി കുറച്ച് റിലീസ് ചെയ്തു. അപ്പൊ കുറച്ച് സ്പീഡിൽ അല്ലെ കുറച്ച് എമൗണ്ട് കറണ്ട് ഇവിടെ കൂടും. കറണ്ട് കൂടുക എന്ന് പറഞ്ഞാൽ റെസിസ്റ്റൻസ് കുറയുക. അപ്പൊ ഈ കറണ്ട് കൂടുന്നതിനനുസരിച്ചിട്ട് ഇതിന്റെ റിയാക്ടൻസിലും ചേഞ്ച് വരും. ഇപ്പൊ റിയാക്ടൻസ് പെട്ടെന്ന് കൂടും. നേരത്തെ ജസ്റ്റ് ഓപ്പോസിറ്റ് ടു ഫസ്റ്റ് കണ്ടീഷൻ. ഇത് നേരത്തെ എഡി കറണ്ട് ഫോം ചെയ്യുമ്പോൾ മാക്സിമം എനർജി മെറ്റീരിയൽ വലിച്ചെടുത്തുകൊണ്ട് ഇവിടെ കറണ്ട് കുറഞ്ഞു, റെസിസ്റ്റൻസ് കൂടി. ഇവിടെ എഡി കറണ്ട് കുറവായിരിക്കും, കാരണം ഇവിടെ ഒരു ക്രാക്ക് ഉണ്ട്. ക്രാക്ക് വരുമ്പോൾ എഡി കറണ്ട് കുറവായിരിക്കും. അങ്ങനെ എഡി കറണ്ട് കുറയുന്ന സമയത്ത് കോയിലിൽ നിന്നും അബ്സോർബ് ചെയ്യുന്ന എനർജിയുടെ എമൗണ്ട് കുറവാണ്, അല്ലെങ്കിൽ വലിച്ചെടുക്കുന്ന കറണ്ടിന്റെ എമൗണ്ട് കുറവാണ്. കുറച്ച് കറണ്ട് ഇവിടെ ജനറേറ്റ് ചെയ്യും. ദാറ്റ് ഈസ് റെസിസ്റ്റൻസ് പെട്ടെന്ന് കുറയും. ഓക്കെ, ഇനി ഇവിടെ ഒരു കണ്ടക്ടിവിറ്റി കേവും കൂടി കാണാം. ഇത് നമുക്ക് ഇപ്പൊ ആവശ്യമില്ല, പക്ഷെ ഈ മൊഡ്യൂളിൽ തന്നെ പറയുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് ഓർത്തു വെക്കുക. നോൺ മാഗ്നറ്റിക് മെറ്റീരിയലിന്റെ കണ്ടക്ടിവിറ്റി കേവിന്റെ ഷേപ്പ് ഒന്ന് ഓർത്തു വെക്കുക. ഇത്രയാണ് നോൺ മാഗ്നറ്റിക് മെറ്റീരിയലിൽ നമുക്ക് ഇംപിഡൻസ് പ്ലെയിൻ ഡയഗ്രാം പറയാനുള്ളത്. ഒരു അലൂമിനിയം പോലുള്ള മെറ്റീരിയൽ എടുക്കുക, അതൊരു എക്സ്പെരിമെന്റ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റണം. എയറിൽ വെച്ചിട്ട് കോയിലിനെ ഞാൻ നള്ള് ചെയ്യുന്നു, ദെൻ മെറ്റീരിയലിന്റെ അടുത്തേക്ക് ലിഫ്റ്റ് ഓഫ് ചെയ്യുന്നു. ലിഫ്റ്റ് ഓഫ് കുറച്ചുകൊണ്ട്, അതായത് മെറ്റീരിയലിന്റെ അടുത്തേക്ക് ഇയാളെ കൊണ്ടുവരുമ്പോൾ ഒരു ഗ്രാഫ് നമുക്ക് കിട്ടും. ഒബ്സർവേഷൻ എന്ന് പറയുന്നത് റെസിസ്റ്റൻസ് കൂടുന്നു, റിയാക്ടൻസ് കുറയുന്നു. റീസൺ, റെസിസ്റ്റൻസ് കൂടുന്നതിന്റെ റീസൺ, ഇങ്ങനെ ലിഫ്റ്റ് ഓഫ് കുറച്ചു കൊണ്ടുവരുമ്പോൾ കോയിലിൽ നിന്നും എനർജിയെ ആര് അബ്സോർബ് ചെയ്യുന്നുണ്ട്? നമ്മുടെ മെറ്റീരിയൽ അബ്സോർബ് ചെയ്യുന്നുണ്ട്. അങ്ങനെ അബ്സോർബ് ചെയ്യുമ്പോൾ കോയിലിന്റെ കറണ്ട് കുറയും. കോയിലിന്റെ കറണ്ട് കുറയാന്ന് പറഞ്ഞാൽ കോയിലിന്റെ റെസിസ്റ്റൻസ് കൂടുക. ഓക്കെ, ദെൻ റിയാക്ടൻസ്, നമുക്ക് ഓപ്പോസിംഗ് മാഗ്നറ്റിക് ഫീൽഡ് ഒന്നുമില്ല, അതായത് ഒരു ഓപ്പോസിഷൻ ഇല്ലാത്ത കണ്ടീഷൻ, റിയാക്ടൻസിന് ഓപ്പോസിഷൻ ഇല്ലാത്തൊരു കണ്ടീഷൻ. അങ്ങനെ വെച്ചാൽ റിയാക്ടൻസ് മാക്സിമം കുറവായിരിക്കും. റിയാക്ടൻസ് കുറവായിരിക്കും. അപ്പൊ ഇതാണ് ഫസ്റ്റ് ഒബ്സർവേഷൻ. ഇനി നമ്മുടെ ടെസ്റ്റ് പീസിന്റെ എവിടെയെങ്കിലും ഒരു ക്രാക്ക് ഉണ്ടെങ്കിൽ ആ ക്രാക്ക് ഉള്ള സ്ഥലത്ത് ജനറേറ്റ് ചെയ്യുന്ന എഡി കറണ്ട് എന്ന് പറയുന്നത് വളരെ ലോ ആയിരിക്കും. അപ്പോൾ ഇതിനകത്തുനിന്ന് വലിച്ചെടുക്കുന്ന, കോയിലിനകത്തുനിന്ന് വലിച്ചെടുക്കുന്ന കറണ്ട് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ എനർജി എന്ന് പറയുന്നത് വളരെ കുറവായിരിക്കും. അപ്പൊ പെട്ടെന്ന് തന്നെ കോയിലിൽ കറണ്ട് ഷൂട്ടപ്പ് ഉണ്ടാവും. കറണ്ട് കൂടുക എന്ന് പറഞ്ഞാൽ റെസിസ്റ്റൻസ് കുറയുക. അപ്പൊ നേരത്തെ ജസ്റ്റ് ഓപ്പോസിറ്റ്, റിയാക്ടൻസ് കൂടുന്നു. ഇതാണ് നോൺ മാഗ്നറ്റിക് മെറ്റീരിയലിന്റെ കണ്ടീഷൻ. ഇനി ഇതേ പെർഫോമൻസ് തന്നെ നമ്മളൊരു മാഗ്നറ്റിക് മെറ്റീരിയലാണ് ചെയ്യുന്നതെങ്കിൽ എങ്ങനെയാണ് ഉണ്ടാവുക എന്നുള്ളത്. ഈ കണ്ടക്ടിവിറ്റി കേവ് ഒന്ന് ഓർത്തു വെക്കുക. നോൺ മാഗ്നറ്റിക് മെറ്റീരിയലിന്റെ കണ്ടക്ടിവിറ്റി കേവ് എങ്ങനെയുള്ളതെന്ന് ഇപ്പൊ ഒന്ന് ഐഡന്റിഫൈ ചെയ്ത് വെക്കുക. നമുക്ക് ഇതിനെ കൊണ്ട് കാര്യമുണ്ട്. ഇനി നമ്മൾ പറയാൻ പോകുന്നത് മാഗ്നറ്റിക് മെറ്റീരിയൽ, അതിന് താഴെയുള്ളത് നമുക്ക് ആവശ്യമില്ല. ഞാനൊരു മാഗ്നറ്റിക് മെറ്റീരിയൽ, ഒരു സ്റ്റീൽ ലൈക്ക് സ്ട്രക്ചർ എടുക്കുന്നു. ഇതാണ് എന്റെ വർക്ക് പീസ്. നേരത്തെ പോലെ തന്നെ എയറിൽ വെച്ചിട്ട് ഞാൻ നൾ പോയിന്റ് സെറ്റ് ചെയ്യുന്നു. കോയിലിന്റെ ആണ് ഈ എയർ പോയിന്റ്. ഇനി ഇയാളെ ഞാൻ ടെസ്റ്റ് പീസിന്റെ അടുത്തേക്ക് കൊണ്ടുവരുന്നു, അതായത് ലിഫ്റ്റ് ഓഫ് കുറച്ച് കൊണ്ടുവരുന്നു. അപ്പൊ എന്താ സംഭവിക്കുക? സ്റ്റീലിനകത്ത് എഡി കറണ്ട് ജനറേറ്റ് ചെയ്യൂലേ? അല്ലേ? ഉണ്ടാവില്ലടാ. എഡി കറണ്ട് ജനറേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ നേരത്തെ പോലെ തന്നെ കോയിലിൽ നിന്ന് എനർജി അബ്സോർബ് ചെയ്യാണ്, അല്ലെ? കോയിലിന്റെ ഒരു പാർട്ട് കറണ്ടിനെ ഇയാൾ ഇങ്ങോട്ടേക്ക് എടുക്കുകയാണ്. അപ്പൊ കോയിലിൽ പെട്ടെന്ന് കറണ്ട് കുറയും. കറണ്ട് കുറയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെസിസ്റ്റൻസ് എന്താകാണ്? കൂടും. ഇവിടെ നോക്കിയേ, ഒന്നാമത്തെ കേവ്, റെസിസ്റ്റൻസ് കൂടി. ഇനി നേരത്തെ പോലെയല്ല, ഇതൊരു മാഗ്നറ്റിക് മെറ്റീരിയൽ ആണ്. സെക്കൻഡറി മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവൂലേ? അപ്പൊ ഈ സെക്കൻഡറി മാഗ്നറ്റിക് ഫീൽഡ് കോയിലിന്റെ പ്രൈമറി മാഗ്നറ്റിക് ഫീൽഡിനെ ഓപ്പോസ് ചെയ്യുന്നുണ്ട്, അല്ലെ? പ്രൈമറി മാഗ്നറ്റിക് ഫീൽഡിനെ ഒന്ന് ഓപ്പോസ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ഒരു തടസ്സം സൃഷ്ടിക്കുന്നുണ്ട്, അല്ലെ? അപ്പൊ ആ തടസ്സത്തെയാണ് നമ്മൾ റിയാക്ടൻസ് എന്ന് പറയുന്നത്. അപ്പൊ തടസ്സം ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിയാക്ടൻസ് എന്താകുന്നുണ്ട്? കൂടുന്നുണ്ട്, മാക്സിമം ഓപ്പോസിഷൻ വരുന്നുണ്ട്. അപ്പോ റെസിസ്റ്റൻസും കൂടി, റിയാക്ടൻസും കൂടി, അല്ലേ? അല്ലേടാ? ഇനി ഇൻ ബിറ്റ്വീനിൽ എവിടെയെങ്കിലും ക്രാക്ക് ഉണ്ടെങ്കിൽ ഇതിനകത്ത് ജനറേറ്റ് ചെയ്യുന്ന എഡി കറണ്ടിന്റെ സ്ട്രെങ്ത് കുറവായിരിക്കും. അങ്ങനെ വരുമ്പോൾ കോയിലിൽ പെട്ടെന്ന് നേരത്തെ പോലെ തന്നെ കറണ്ട് ഷൂട്ടപ്പ് ചെയ്യും. അങ്ങനെ വെച്ചാൽ എന്താ? റെസിസ്റ്റൻസ് പെട്ടെന്ന് കുറയും, അല്ലെ? റെസിസ്റ്റൻസ് പെട്ടെന്ന് കുറയും. ബട്ട് റിയാക്ടൻസ്
കൂടുതൽ ഒരു കോൺസ്റ്റന്റ് ആയിട്ട് ഇങ്ങനെ റിയാക്ടൻസ് വലിയൊരു മാറ്റം ഇല്ലാതെ ഏതാണ്ട് ഒരു ചെറിയൊരു കോൺസ്റ്റന്റ് പോലെ പോകും. കാരണം എഡി കറണ്ട് ഇവിടെ കുറഞ്ഞാലും ഓപ്പോസിംഗ് മാഗ്നറ്റിക് ഫീൽഡ് ഇവിടെ ഉണ്ടാവും. ഓപ്പോസിംഗ് മാഗ്നറ്റിക് ഫീൽഡ് ഉള്ളത് കൊണ്ട് തന്നെ റിയാക്ടൻസിൽ വലിയ ചേഞ്ച് ഒന്നും ഉണ്ടാവില്ല, ചെറിയൊരു ചേഞ്ച് മാത്രമേ ഉണ്ടാവുള്ളൂ. ആണ് ഇവിടെ ക്രാക്കിന്റെ കേവ് ആയിട്ട് ഇവിടെ കാണിച്ചിട്ടുള്ളത്. ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് പോകുമ്പോൾ റെസിസ്റ്റൻസ് കുറയുന്നുണ്ട് അല്ലെ. നേരത്തെ ഇത്രയും റെസിസ്റ്റൻസ് ഉണ്ടായിരുന്നു, ഇപ്പൊ റെസിസ്റ്റൻസ് കുറഞ്ഞിട്ടുണ്ട്. റിയാക്ടൻസ് ജസ്റ്റ് ഒന്ന് കൂടിയ പോലെയാണ് കാണിച്ചിട്ടുള്ളത്, അത്ര കൂടുന്നില്ല, ഒരു കോൺസ്റ്റന്റ് ആയിട്ട് ഇങ്ങനെ കീപ്പ് ചെയ്ത് പോവുക ചെയ്യുക. അപ്പൊ മാഗ്നറ്റിക് മെറ്റീരിയലിന്റെ നോൺ മാഗ്നറ്റിക് മെറ്റീരിയലിന്റെയും ഇമ്പിഡൻസ് പ്ലെയിൻ ഡയഗ്രത്തിലുള്ള മാറ്റങ്ങൾ എന്തെല്ലാന്ന് വെച്ചാൽ, ലിഫ്റ്റ് ഓഫിന്റെ സമയത്ത് നോൺ മാഗ്നറ്റിക് മെറ്റീരിയലിൽ റെസിസ്റ്റൻസ് കൂടും, റിയാക്ടൻസ് കുറയും. ബട്ട് മാഗ്നറ്റിക് മെറ്റീരിയലിൽ ലിഫ്റ്റ് ഓഫിന്റെ സമയത്ത് റെസിസ്റ്റൻസും കൂടും, റിയാക്ടൻസും കൂടും. ദെൻ ക്രാക്ക് വരുന്ന സമയത്ത് നോൺ മാഗ്നറ്റിക് മെറ്റീരിയലിൽ റെസിസ്റ്റൻസ് കുറയും, റിയാക്ടൻസ് കൂടും. ബട്ട് മാഗ്നറ്റിക് മെറ്റീരിയലിൽ റെസിസ്റ്റൻസ് കുറയും, റിയാക്ടൻസ് ഒരു കോൺസ്റ്റന്റ് ആയിട്ട് ഇങ്ങനെ പോകും. വലിയൊരു ഷൂട്ടപ്പോ അല്ലെങ്കിൽ പെട്ടെന്നുള്ള ഒരു ഡൗണോ ഉണ്ടാവില്ല, ഒരു കോൺസ്റ്റന്റ് ലെവലിൽ ഇങ്ങനെ പോകും. ദെൻ രണ്ട് കേസിലും കണ്ടക്ടിവിറ്റി കേവ് ഒന്ന് ഓർത്ത് വെക്കുക. രണ്ട് കേസിലും കണ്ടക്ടിവിറ്റി കേവ് ഇതിൽ കുറച്ചുകൂടി സ്റ്റീപ്പ് കേവ് ആണ്, ഇതിലൊന്ന് ബൾജഡ് ആണ്. ഇതൊന്ന് ഓർത്ത് വെക്കുക. ഈ കണ്ടക്ടിവിറ്റി കേവിനെ കൊണ്ട് നമുക്ക് ആവശ്യമുണ്ട്. നമുക്ക് ഇമ്പിഡൻസ് പ്ലെയിൻ ഡയഗ്രാം നമ്മളിപ്പോ ഡിസ്പ്ലേ ഡിവൈസിനകത്ത് നമുക്ക് കിട്ടുന്നത് കണ്ടക്ടിവിറ്റി കേവ് ഉണ്ടാവില്ല, ഈ ലിഫ്റ്റ് ഓഫിന്റെയും ക്രാക്കിന്റെയും കേവ് മാത്രമായിരിക്കും. അപ്പോൾ നമ്മളൊരു എക്സ്പെരിമെന്റ് ചെയ്യുകയാണെങ്കിൽ, ഞാനിപ്പോ ഒരു ടെസ്റ്റ് പീസ് എടുത്തിട്ട് ആ ടെസ്റ്റ് പീസ് ഇതേപോലെ വെച്ച് കോയിലിൽ നിന്ന് ഞാൻ കണക്ഷൻ എടുത്തിട്ട് ഈ ഇമ്പിഡൻസ് പ്ലെയിൻ ഡയഗ്രാം ഡിസ്പ്ലേ ഡിവൈസിൽ കൊടുത്തു. ഞാൻ നൾ പോയിന്റ് ഒക്കെ സെറ്റ് ചെയ്ത് ഈ കോയിൽ ഇവിടെ കൊണ്ടുവരുമ്പോൾ എനിക്ക് എന്താ കിട്ടുക വെച്ചാൽ ഇതേപോലെ ഒരു ഗ്രാഫ് ഇങ്ങനെ പോകും. പെട്ടെന്ന് ഇതിന്റെ ഡയറക്ഷൻ മാറി ഇങ്ങനെ ഒരു ഡയറക്ഷൻ വരുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം എന്താ? ഇപ്പൊ കോയിലുള്ള സ്ഥലത്ത് ക്രാക്ക് ഉണ്ട്. ഓക്കെ, അതേപോലെ അത് മാഗ്നറ്റിക് മെറ്റീരിയൽ ആണെങ്കിലും അങ്ങനെ തന്നെ നൾ പോയിന്റ് സെറ്റ് ചെയ്ത് നമ്മൾ ഈ ടെസ്റ്റ് പീസിന്റെ മേലെ കൊണ്ടുപോകുമ്പോൾ ഡിസ്പ്ലേയിൽ നമുക്ക് ഇതുപോലെ ഒരു ഗ്രാഫ് ഇങ്ങനെ പോകും. പെട്ടെന്ന് ഇതിന്റെ ഡയറക്ഷൻ മാറി ഇങ്ങനെ ഗ്രാഫ് പോയിട്ടുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം ഇപ്പൊ കോയിലുള്ള സ്ഥലത്ത് ഒരു ക്രാക്ക് വന്നിട്ടുണ്ട് എന്നാണ് അല്ലെ. അപ്പൊ ഇമ്പിഡൻസ് പ്ലെയിൻ ഡയഗ്രാം എന്ന് പറയുന്നത് ആക്ച്വലി ഒരു ഡിസ്പ്ലേ ഡിവൈസ് ആയിട്ട് യൂസ് ചെയ്യുന്ന എലമെന്റ് ആണ് ഇമ്പിഡൻസ് പ്ലെയിൻ ഡയഗ്രാം എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ എക്സ് ആക്സസിൽ റെസിസ്റ്റൻസും വൈ ആക്സസിൽ ഇൻഡക്റ്റീവ് റിയാക്ടൻസും ആണ് എടുക്കുക. മാഗ്നറ്റിക് മെറ്റീരിയലും നോൺ മാഗ്നറ്റിക് മെറ്റീരിയലും രണ്ട് കേസാണ്. രണ്ടിനകത്തുള്ള ഈ ഒരു ഡയഗ്രാം എന്ന് പറയുന്നത് രണ്ട് ഡിഫറെന്റ് അപ്രോച്ച് ആണ്. അപ്പൊ അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റണം. ഓരോ ഒബ്സർവേഷൻ എന്തുകൊണ്ട് വന്നു എന്നുള്ളത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുമ്പോഴാണ് ഇതിന്റെ മാർക്ക് കിട്ടുന്നത്. ദെൻ കണ്ടക്ടിവിറ്റി കേവ് ഒന്ന് ഓർത്ത് വെക്കുക, ഇതിനെ കൊണ്ട് നമുക്ക് ആവശ്യമുണ്ട്, നമുക്ക് പറയാം. ഇത്രയാണ് ഇമ്പിഡൻസ് പ്ലെയിൻ ഡയഗ്രാം എന്ന് പറയുന്നത്. ഇനി ഇതിനകത്ത് വരുന്ന ഒരു ടോപ്പിക്കാണ് ഡെപ്ത് ഓഫ് പെനിട്രേഷൻ. ഇത് നമ്മൾ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്. എന്താ ഡെപ്ത് ഓഫ് പെനിട്രേഷൻ? ഡെപ്ത് ഓഫ് പെനിട്രേഷൻ നമ്മളൊരു കോയിൽ വെച്ചിട്ട് സർഫസിൽ എഡി കറണ്ട് ഫോം ചെയ്താൽ ഇവിടെ സർഫസിൽ എഡി കറണ്ട് ഉണ്ടാവും. ഇതിങ്ങനെ താഴോട്ട് വരുംതോറും എഡി കറണ്ട് അതേപോലെ തന്നെ ഉണ്ടാവോ? ഇല്ല, ഇങ്ങനെ ചുഴി പോലെ പേര് ഒരു പോയിന്റ് എത്തുമ്പോൾ 0 ആവും അല്ലെ. അപ്പൊ ഞാൻ അന്ന് പറഞ്ഞിട്ട് നമുക്ക് എഫക്റ്റീവ് ആയിട്ട് ടെസ്റ്റിങ്ങിന് ഉപയോഗിക്കാൻ പറ്റുന്ന എഡി കറണ്ടിന്റെ ആ ഒരു ലെവല്, അതായത് സർഫസിൽ ഇപ്പോ 100 ആംപിയർ കറണ്ട് എഡി കറണ്ട് ആയിട്ട് ഉണ്ടെങ്കിൽ, അത്രയൊന്നും ഉണ്ടാവില്ലേ, എഡി കറണ്ട് ആയിട്ട് ഉണ്ടെങ്കിൽ ഇതിങ്ങനെ കുറഞ്ഞ് ഒരു പോയിന്റ് എത്തുമ്പോൾ 0 ആവും താഴോട്ട് വരുന്നതോറും. അപ്പൊ അപ് ടു 37 ആംപിയർ സർഫസിലുള്ളതിന്റെ 37% വരെയുള്ള ആ ഒരു ഡെപ്ത്, ഇത്രയും ഡെപ്തിൽ എവിടെ ക്രാക്ക് ഉണ്ടെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം? എഡി കറന്റ് ടെസ്റ്റിംഗ് മെത്തേഡ് കൊണ്ട് കണ്ടുപിടിക്കാൻ പറ്റും അല്ലെ. ഇത് നമ്മൾ പറഞ്ഞ ഓർമ്മയില്ലേ? പറഞ്ഞിട്ടില്ല ഇത്? അപ്പൊ അത് തന്നെയാണ് ഡെപ്ത് ഓഫ് പെനിട്രേഷൻ. അതായത് നമുക്കറിയാം എഡി കറന്റ് കോൺസെൻട്രേറ്റ്സ് നിയർ ദി സർഫസ് അഡ്ജസന്റ് ടു ആൻ എക്സൈറ്റേഷൻ കോയിൽ and their strength decreases with the distance from the coil. Eddy current density decreases exponentially with depth. This phenomenon is known as skin effect. Then the standard depth of penetration is where the eddy current is 37% of surface value. സർഫസിലുള്ള എഡി കറണ്ടിന്റെ 37% വരെ വരുന്ന ആ റേഞ്ച്, അതിനെയാണ് നമ്മൾ സ്റ്റാൻഡേർഡ് ഡെപ്ത് ഓഫ് പെനിട്രേഷൻ ഓഫ് എഡി കറന്റ് ടെസ്റ്റിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അത് കണ്ടുപിടിക്കാനുള്ള ഒരു ഇക്വേഷൻ ഒക്കെയാണിത്. റിലേഷൻ ബിറ്റ്വീൻ ഫ്രീക്വൻസി, നമ്മൾ ഉപയോഗിക്കുന്ന കോയിലിൽ ഉപയോഗിക്കുന്ന എ സി കറണ്ടിന്റെ ഫ്രീക്വൻസിയും നമ്മളുടെ സ്റ്റാൻഡേർഡ് ഡെപ്ത് ഓഫ് പെനിട്രേഷനും തമ്മിലുള്ള റിലേഷൻ ഒരു തവണ എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. ഈ ഇക്വേഷൻ സ്റ്റാൻഡേർഡ് ഡെപ്ത് ഓഫ് പെനിട്രേഷൻ is equal to 500 divided by root of
സിഗ്മ മ്യൂ ഇൻറ്റു എഫ്. ഈ ഇക്വേഷൻ ഒന്ന് നോട്ട് ചെയ്ത് വെക്കണം. ഇതിൽ ഓരോ ടേമും എന്താ പറയുക, നമ്മൾ റിലേഷൻ ബിറ്റ്വീൻ ഫ്രീക്വൻസി ആൻഡ് ഡെപ്ത് ഓഫ് പെനിട്രേഷൻ ആണ് പറയുന്നത്. സോ ഡെപ്ത് ഓഫ് പെനിട്രേഷൻ ഈസ് ഈക്വൽ ടു 500 divided by root of sigma. Sigma is the conductivity of test piece. Conductivity of test piece. നമ്മൾ ഉപയോഗിക്കുന്ന ടെസ്റ്റ് പീസിന്റെ conductivity. Then mu is the relative permeability. Relative permeability. Then F is the frequency of AC. നമ്മൾ ഉപയോഗിച്ച കോയിലിനകത്ത് ഉപയോഗിച്ച AC യുടെ frequency. So the relation between frequency and depth of penetration ആണ് question. But depth of penetration is equal to 500 by root of sigma mu into F. അപ്പോൾ F ഇവിടെ ഉണ്ട്, depth of penetration ഇവിടെ ഉണ്ട്. സോ ഈ ഒരു ഇക്വേഷൻ ഓർത്ത് വെക്കുക. ഇത്രയാണ് എഡി കറന്റ് ടെസ്റ്റിംഗിൽ ജനറൽ ആയിട്ട് വരുന്ന കുറച്ച് കാര്യങ്ങൾ. ഇനി ഈ എഡി കറന്റ് ടെസ്റ്റിംഗ് ഞാൻ പറഞ്ഞിട്ടുണ്ട്. എഡി കറന്റ് ടെസ്റ്റിംഗ് മറ്റ് ടെസ്റ്റിംഗ് മെത്തേഡുകൾ പോലെയല്ല, വേറെയും കുറെ ആപ്ലിക്കേഷൻസിന് വേണ്ടി ഉപയോഗിക്കാൻ പറ്റും. വെറും ക്രാക്ക് ഐഡന്റിഫിക്കേഷന് വേണ്ടി മാത്രമല്ല, കണ്ടക്ടിവിറ്റി മെഷർമെന്റ്, തിക്നെസ് മെഷർമെന്റ്, ട്യൂബ് ഇൻസ്പെക്ഷൻ, അങ്ങനെയുള്ള കുറച്ച് ആപ്ലിക്കേഷൻസും കൂടി, അഡീഷണൽ ആപ്ലിക്കേഷൻസും കൂടി വരുന്നുണ്ട്. അപ്പൊ നമുക്ക് ഇനി ഈ മൊഡ്യൂൾ അതാണ് ഡിസ്കസ് ചെയ്യേണ്ടത്, ഏതൊക്കെയാണ് ഡിഫറെന്റ് ആപ്ലിക്കേഷൻസ് എന്നുള്ളത്. നെക്സ്റ്റ് ക്ലാസ്സിൽ പറയാം.